ഇന്നത്തെ വീഡിയോയിൽ മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ്സിൽ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിൽ ഡയറക്റ്റിംഗ് എന്നുള്ള ഫംഗ്ഷനാണ് നമ്മൾ കാണുന്നത്. ഒപ്പം മോട്ടിവേഷനും അതേപോലെ തന്നെ തിയറീസ് ഓഫ് മോട്ടിവേഷൻ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിനകത്ത് ഡയറക്റ്റിംഗ് എന്താണെന്ന് നോക്കാം. ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണോ അതിലേക്ക് ഓർഗനൈസേഷനിലെ എല്ലാവരുടെയും എഫേർട്ടിന് ഡയറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഓർഗനൈസേഷന് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ലെങ്കിൽ സെയിൽസ് ഇൻക്രീസ് എന്നുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അറ്റൈൻ ചെയ്യാനുള്ള. അതിലേക്ക് ആ ഓർഗനൈസേഷനിലെ എല്ലാ വർക്കേഴ്സിൻ്റെയും എംപ്ലോയീസിൻ്റെയും എഫേർട്ടിനെ ഡയറക്റ്റ് ചെയ്യാം. സോ ഹിയർ സിംപ്ലി റെഫേഴ്സ് ടു ഗൈഡിങ് ദ സബോർഡിനേറ്റ്സ് ഇൻ ഡൂയിങ് ദ വർക്കാണ്. സബോർഡിനേറ്റ്സ് ചെയ്യേണ്ട വർക്കിനെ ഗൈഡ് ചെയ്യുക, അത് ഡയറക്റ്റിംഗ് ആണ്. ഡയറക്റ്റിംഗ് ഹ്യൂമൻ എഫേർട്സ് ടുവേർഡ്സ് ദ അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസിൻ്റെ എഫേർട്ട് ഓർഗനൈസേഷൻ ഗോൾസും ഒബ്ജക്റ്റീവ്സും നേടുന്നതിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ചെയ്യാം. ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. അതിനകത്ത് ഒരു ഡെഫിനിഷൻ അക്കോർഡിംഗ് ടു റൂസൽ എസ് സ്വാൻസ്ബർഗ്, directing is the process by which personnel are inspired or motivated to accomplish work. Here personnel means employee. അപ്പോൾ ഇവിടെ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് എംപ്ലോയീസിനെ ഇൻസ്പയർ ചെയ്യുക അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരുടെ വർക്ക് ചെയ്യുന്നതിനായിട്ട് അവരെ ഇൻസ്പയർ ചെയ്യുക മോട്ടിവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡയറക്റ്റിംഗ് എന്ന് പറയും. ദെൻ നേച്ചർ ഓഫ് ഡയറക്റ്റിംഗ് ഉണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് മാനേജീരിയൽ ഫങ്ഷൻ ആണ്. അതേപോലെ തന്നെ ഗൈഡിങ് ദ സബോർഡിനേറ്റ്സ് ബൈ സുപ്പീരിയർ ആണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആക്ടിവിറ്റി ആണ്. അതേപോലെ ഇതിനകത്ത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, കൺട്രോളിങ് ഇതിനെയെല്ലാം ലിങ്ക് ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് എപ്പോഴും നടക്കുക ഫ്രം ടോപ്പ് ടു ബോട്ടം ആണ്. അതേപോലെ തന്നെ ഇത് ഡീൽസ് വിത്ത് ഹ്യൂമൻ ഫാക്ടർ ആണ്. കാരണം ഹ്യൂമൻ ബിഹേവിയറിനാണ് നമ്മളിവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്നത്. ദെൻ ഇത് പെർവാസീവ് ഫങ്ഷനാണ്. കാരണം എല്ലാ ലെവൽ ഓഫ് മാനേജ്മെൻറ്റിലും ഡയറക്റ്റിംഗ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് പെർവാസീവ് ഫങ്ഷനാണെന്ന് പറയാം. ദെൻ നെക്സ്റ്റ് വി ക്യാൻ സീ അബൌട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്ഷൻ. ഡയറക്ഷനിൽ എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്സ്. അപ്പം ഇതിനകത്ത് ഒരു മാനേജർ അവിടുത്തെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതായത് ഓർഗനൈസേഷന് ഓരോ ഇൻഡിവിജ്വലിനും അവരുടേതായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. അവിടുത്തെ എംപ്ലോയീസിന് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. അതായത് നല്ല സാലറി കിട്ടണം, ഇൻസെൻറ്റീവ്സ് കിട്ടണം, ജോബ് സെക്യൂർ ആയിരിക്കണം എന്നൊക്കെയുള്ള. അതേപോലെ ഓർഗനൈസേഷന് കുറേ ഒബ്ജക്റ്റീവ് ഉണ്ടാവും, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, വെൽത്ത് മാക്സിമൈസേഷൻ, അങ്ങനെ. അപ്പോൾ ഇത് തമ്മിൽ ഒരു ഇൻ്റഗ്രേഷൻ ഉണ്ടാവണം, രണ്ടും തമ്മിൽ കണക്ട് ചെയ്ത് പോകണം. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് നേടുന്നതിലൂടെ ഓരോ എംപ്ലോയിയുടെ ഒബ്ജക്റ്റീവ്സും നേടാൻ പറ്റണം. അപ്പോൾ അങ്ങനെ ഡയറക്റ്റിങ്ങിൽ ഒരു ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ. ഡയറക്റ്റിങ്ങിലൂടെ ഓരോ എംപ്ലോയിൻ്റെയും മാക്സിമം കോൺട്രിബ്യൂഷൻ നേടാനായിട്ട് നമുക്ക് സാധിക്കും. ഒരാളിൽ നിന്ന് അയാളെ എന്താ പറയുക മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അവരുടെ മാക്സിമം കോൺട്രിബ്യൂഷൻ ഓർഗനൈസേഷനിലേക്ക് നൽകാനായിട്ട് ഇതിലൂടെ സാധിക്കും. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ് ആണ് അടുത്ത് പറയുന്നത്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സബോർഡിനേറ്റിന് എപ്പോഴും ഒരു സുപ്പീരിയറിൽ നിന്ന് വേണം ഇൻസ്ട്രക്ഷൻ ലഭിക്കാനായിട്ട്. ഇപ്പോൾ ഓർഡർ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഒരു സുപ്പീരിയർ ഒരു സബോർഡിനേറ്റിന് കൊടുക്കുക. പല സുപ്പീരിയേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഒരു സബോർഡിനേറ്റിന് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഏത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് അയാൾക്ക് അറിയാൻ പറ്റില്ല, അത് ഒന്നും ഒക്കെ ഡിലേ ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു സുപ്പീരിയർ ആയിരിക്കണം ഒരാൾക്ക് കമാൻഡ് കൊടുക്കേണ്ടത്. ദെൻ അടുത്ത പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റ് സൂപ്പർവിഷൻ. ഇനി അതിനകത്ത് ഡയറക്റ്റ് സൂപ്പർവിഷൻ, സുപ്പീരിയർ സബോർഡിനേറ്റ്സിന് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും എംപ്ലോയീസിന് പ്രോബ്ലംസ് ഒന്നും കൂടാതെ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അടുത്ത പ്രിൻസിപ്പിൾ ഓഫ് ലീഡർഷിപ്പാണ്. മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു എഫക്റ്റീവ് ലീഡർ ആയിരിക്കണം. എപ്പോഴാണ് സബോർഡിനേറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കാനും സാധിക്കും. ഇപ്പോൾ ഒരു നല്ലൊരു ലീഡർ ആയിരിക്കണം മാനേജർ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഇവിടെ വൺ സബോർഡിനേറ്റിന് വൺ ബോസ് എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ പറയുക. അപ്പോൾ എന്താണോ ഓർഗനൈസേഷന് നേടേണ്ട ഒബ്ജക്റ്റീവ് ആ ഒരു ഒബ്ജക്റ്റീവിലേക്ക് സബോർഡിനേറ്റിനെ ഡയറക്റ്റ് ചെയ്യാം.
പല ഒബ്ജക്റ്റീവ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക, ആ ഒബ്ജക്റ്റീവിലേക്ക് എംപ്ലോയീസിനെ ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സുപ്പീരിയേഴ്സ് സബോർഡിനേറ്റിന് അതിലേക്ക് വേണം ഡയറക്റ്റ് ചെയ്യാനായിട്ട്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ സുപ്പീരിയർ സബോർഡിനേറ്റിനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണ്, ഡയറക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വേണം. കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലാണ് സബോർഡിനേറ്റ്സിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ അതേപോലെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അവിടെ ആവശ്യമാണ്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് പാർട്ടിസിപ്പേഷൻ ആണ് അടുത്ത് പറയുന്നത്. ഏതൊരു കാര്യം എംപ്ലോയിനെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അത് തീരുമാനം എടുക്കുന്ന സമയത്ത് മാനേജേഴ്സ് എംപ്ലോയീസിനെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ച് ഡിസിഷൻസ് എടുക്കുകയാണെങ്കിൽ ചെയ്യുന്ന സമയത്ത് എംപ്ലോയീസിന് നല്ല ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. കാരണം അവരും കൂടി തീരുമാനിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കും. പ്രിൻസിപ്പിൾ ഓഫ് ഫോളോ അപ്പ്, അതായത് ഡയറക്ഷൻ സബോർഡിനേറ്റ്സിന് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യിക്കുന്നതിന് പറഞ്ഞു കൊടുത്ത് അപ്പോൾ അവരുടെ പെർഫോമൻസ് നമ്മൾ പറഞ്ഞതുപോലെയാണോ, കാര്യങ്ങൾ മാറ്റം വേണോ, എന്തെങ്കിലും കറക്ഷൻ ആവശ്യമാണോ എന്നതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടൊരു ഫോളോ അപ്പ് ആവശ്യമാണ്. So all these are the principles of directing. The next we can see importance of directing. അതിനകത്ത് ഫസ്റ്റ് ഡയറക്റ്റിംഗ് ഇനിഷ്യേറ്റ്സ് ആക്ഷൻ ആണ്. അപ്പോൾ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സുപ്പീരിയർ സബോർഡിനേറ്റ്സിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവിടെ ചെയ്യിക്കുന്നതാണ്. അപ്പോൾ അവിടെ ആ ചെയ്യിക്കുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ there should be an action. അപ്പോൾ കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, നമ്മുടെ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നടപ്പാക്കുകയാണ്. ദെൻ അടുത്തത് ഡയറക്റ്റ് ഡെവലപ്സ് കോർഡിനേഷൻ. ഡയറക്റ്റിങ്ങിൽ കോർഡിനേഷൻ ആവശ്യമാണ്. അപ്പോൾ അതിനകത്ത് മാനേജേഴ്സ്, അതായത് സുപ്പീരിയറും സബോർഡിനേറ്റ്സും തമ്മിൽ നല്ലൊരു കോർഡിനേഷൻ ഉണ്ടെങ്കിലാണ് കാര്യങ്ങൾ സുപ്പീരിയർ പറയുന്ന സബോർഡിനേറ്റ് കേൾക്കുകയും അതിനനുസരിച്ച് ചെയ്യുകയും ചെയ്യുള്ളൂ. ദെൻ ഡയറക്റ്റിംഗ് മോട്ടിവേറ്റ്സ് ദ സബോർഡിനേറ്റ്സ് ആണ്. സുപ്പീരിയർ എംപ്ലോയീസിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് എഫക്റ്റീവായിട്ട് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ സബോർഡിനേറ്റ്സിന് ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ അവരെ മോട്ടിവേറ്റ് ചെയ്താലാണ് നമുക്ക് ഈ ഡയറക്റ്റ് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്താ പറയുക, ഒരു കോർഡിനേഷനിലൂടെ വിത്ത് ഹാർട്ട് ആൻഡ് മൈൻഡ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരെ ഇൻസ്പയർ ചെയ്യാനും സുപ്പീരിയർക്ക് പറ്റണം. ദെൻ ഡയറക്റ്റിംഗ് സപ്പോർട്ട്സ് അതർ മാനേജീരിയൽ ഫംഗ്ഷൻ. ഡയറക്റ്റിങ്ങിലൂടെ നമ്മുടെ മറ്റ് മാനേജീരിയൽ ഫംഗ്ഷൻസ് എഫക്റ്റീവായിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഡയറക്റ്റിംഗ് ഫെസിലിറ്റേറ്റ് ചേഞ്ച്. ഡയറക്റ്റിങ്ങിലൂടെ നമ്മുടെ ഓർഗനൈസേഷൻ ആവശ്യമുള്ള ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എംപ്ലോയീസിനെ കൊണ്ട് ചേഞ്ചസ്, മാറ്റങ്ങൾ കൊണ്ട് നടപ്പാക്കാനായിട്ട് സാധിക്കും. ദെൻ എയിംസ് അറ്റ് മാക്സിമം റിസൾട്ട്. ഡയറക്റ്റിങ്ങിലൂടെ ഓർഗനൈസേഷൻ എന്താണോ ഉദ്ദേശിച്ച മാക്സിമം റിസൾട്ട് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ ഹെൽപ്സ് ടു ഗെറ്റിംഗ് സ്റ്റെബിലിറ്റി ആൻഡ് ഗ്രോത്ത് ആണ്. അപ്പോൾ ഡയറക്ഷനിലൂടെ സുപ്പീരിയർ സബോർഡിനേറ്റ്സ് കൃത്യമായ കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് നേടാനായിട്ട് പറ്റും. അപ്പോൾ സ്റ്റേബിളായിട്ടും നിലനിൽക്കാനും കൂടുതൽ വളരാനും ഓർഗനൈസേഷന് സാധിക്കും. ദെൻ എക്സസൈസ് അബൌട്ട് എലമെൻറ്റ്സ് ഓഫ് ഡയറക്ഷൻ. ഡയറക്ഷൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരു ഡയറക്ഷൻ എന്ന് പറയുമ്പം ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് ആവശ്യമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഡയറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫസ്റ്റ് വൺ ഈസ് കമാൻഡിങ്. ഇപ്പോൾ സുപ്പീരിയർ സബോർഡിനേറ്റ്സിന് കമാൻഡ്സ് കൊടുക്കും, അല്ലെങ്കിൽ ഓർഡർ കൊടുക്കും. ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇൻസ്ട്രക്ഷൻസ്, ഗൈഡൻസ് കൊടുക്കും. ഇന്നത് ചെയ്യണം, ഇന്ന സമയം കൊണ്ട് ചെയ്ത് തീർക്കണം, ഇന്ന പോലെ എന്നൊക്കെ പറഞ്ഞ് ഓരോ മെത്തേഡ്സ് തന്നെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതാണ് കമാൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡയറക്ഷനിൽ കമാൻഡിങ് ആവശ്യമാണ്. സെക്കൻഡ് വൺ സൂപ്പർവിഷൻ. നമ്മൾ എംപ്ലോയീസ് പറഞ്ഞ പോലെ കാര്യങ്ങൾ സുപ്പീരിയർ പറഞ്ഞതുപോലെ സബോർഡിനേറ്റ്സ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സൂപ്പർവൈസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. സോ ഓവർസീയിങ് ദ വർക്ക് ഓഫ് എംപ്ലോയി പറഞ്ഞതുപോലെ പറഞ്ഞു കൊടുത്തതുപോലെ അയാൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാം. ദെൻ കമ്മ്യൂണിക്കേഷൻ. ഇതിനകത്ത് സുപ്പീരിയർ സബോർഡിനേറ്റ് തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലാണ് അതിനനുസരിച്ച് സബോർഡിനേറ്റിന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മീനിങ്ഫുൾ ഇൻഫോർമേഷൻ സുപ്പീരിയറുടെ അടുത്ത് നിന്ന് സബോർഡിനേറ്റ്സിലേക്കുള്ള ട്രാൻസ്ഫർ നടക്കണം. ദെൻ ലീഡർഷിപ്പ്. മാനേജ്മെൻറ്റിൽ എപ്പോഴും മാനേജർ എന്ന് പറയുമ്പോൾ നല്ലൊരു ലീഡർ ആയിരിക്കണം. ലീഡർഷിപ്പിലൂടെയാണ് നമുക്ക് സബോർഡിനേറ്റ്സിന് നേടാനും അയാളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ദെൻ മോട്ടിവേഷൻ. എംപ്ലോയീസിന് നമ്മളൊരു കാര്യം അവരെ മോട്ടിവേറ്റ് ചെയ്യുവാണെങ്കിൽ അവർ കാര്യങ്ങൾ കൂടുതൽ കൃത്യമായിട്ട് ചെയ്യും. കാരണം ഒരാൾക്ക് താല്പര്യം ഉണ്ടെങ്കിലാണ് നമ്മൾ ആ വർക്ക് ചെയ്യുക.
അപ്പോൾ അത് അവരുടെ നീഡ്സ് എന്താണോ ആ നീഡ്സ് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഉപയോഗിച്ച് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം. ആ മോട്ടിവേഷനിലൂടെ അവർ എന്ത് ചെയ്യാം, കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യും. ദെൻ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അപ്പോൾ ഇതിനകത്ത് സബോർഡിനേറ്റ്സിന് ചില കാര്യങ്ങൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള അതോറിറ്റി പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും സുപ്പീരിയർ ചെയ്യുക എന്നുള്ളതല്ല, ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സൊക്കെ സുപ്പീരിയേഴ്സ് ചെയ്യുകയും ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു അതോറിറ്റി സബോർഡിനേറ്റ്സിന് കൊടുക്കുകയും വേണം. ദറ്റ് ഈസ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ദെൻ മെയിൻ്റെനൻസ് ഓഫ് ഡിസിപ്ലിൻ. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ എപ്പോഴും കൃത്യമായ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ കോർഡിനേഷൻ. ഇപ്പോൾ ഇവരുടെ ഇടയിൽ സുപ്പീരിയർ, സബോർഡിനേറ്റ്സ്, എംപ്ലോയീസ് എല്ലാവരുടെ ഇടയിൽ കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. സോ ഓൾ ദീസ് ആർ ദ എലമെൻറ്റ്സ് ഓഫ് ഡയറക്ഷൻ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ടെക്നിക്സ് ഓഫ് ഡയറക്ഷൻ. എങ്ങനെയൊക്കെയാണ് ഇവർ ഡയറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് സെയിം ആണ്. നമ്മൾ ലീഡർഷിപ്പിനെ കുറിച്ച് പറയുക, ലീഡർഷിപ്പ് സ്റ്റൈൽസ് എന്ന് പറഞ്ഞ് പഠിക്കുന്ന സെയിം പോയിന്റ്സ് ആണ് ടെക്നിക് ഓഫ് ഡയറക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഡെമോക്രാറ്റിക് ഓർ കൺസൾട്ടേറ്റീവ് ഡയറക്ഷൻ, ഫ്രീ റീൻ ഓർ ലേസസ് ഫെയർ ഡയറക്ഷൻ, ഓട്ടോക്രാറ്റിക് ഓർ ഡിക്റ്ററ്റോറിയൽ ഡയറക്ഷൻ. ഇത് മൂന്നെണ്ണമാണ് ടെക്നിക് ഓഫ് ഡയറക്ഷൻ. ഇത് തന്നെയാണ് നമ്മൾ ലീഡർഷിപ്പ് സ്റ്റൈൽസ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. അത് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കേൾക്കാം. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ഡെമോക്രാറ്റിക് ഓർ കൺസൾട്ടേറ്റീവ് ഡയറക്ഷനിൽ മാനേജർ ഏതൊരു കാര്യവും സബോർഡിനേറ്റ്സിനോടും കൂടെ ആലോചിച്ച് അവരെയും കൂടെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ഡിസിഷൻസ് എടുക്കുകയും നടപ്പാക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതാണ് ഡെമോക്രാറ്റിക് ഓർ കൺസൾട്ടേറ്റീവ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഇടയിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, പരസ്പരം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കോർഡിനേഷനിലൂടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അടുത്ത ഫ്രീ റീൻ ഓർ ലേസസ് ഫെയർ ഡയറക്ഷനിൽ എപ്പോഴും സബോർഡിനേറ്റ്സിന് അവരുടെ കഴിവിനനുസരിച്ച് എന്തും ചെയ്യാനുള്ള റൈറ്റ് മാനേജർ കൊടുക്കുന്നതാണ് ഫ്രീ റീൻ എന്ന് പറയുക. അപ്പോൾ സബോർഡിനേറ്റ് കഴിവുള്ള ആളാണെങ്കിൽ അയാൾക്ക് കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ ഫോൾട്ട് സംഭവിക്കാം. അപ്പോൾ മാനേജർ എല്ലാം സബോർഡിനേറ്റ്സിന് അല്ലെങ്കിൽ സുപ്പീരിയർ എല്ലാം സബോർഡിനേറ്റ്സിന് എന്താ പറയുക അതോറിറ്റി കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്നതാണ് ഫ്രീ റീൻ എന്ന് പറയുന്നത്. ഓട്ടോക്രാറ്റിക് ഓർ ഡിക്റ്ററ്റോറിയൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും മാനേജർ തീരുമാനിക്കും, സുപ്പീരിയർ തീരുമാനിക്കും, എന്നിട്ട് സബോർഡിനേറ്റിനെ കൊണ്ട് അത് ചെയ്യിക്കും. അപ്പോൾ അവിടെ ഒരു അധികാരമാണ്. എന്താണോ സുപ്പീരിയർ പറയുന്നത് അല്ലെങ്കിൽ മാനേജർ പറയുന്നത് അത് കൃത്യമായിട്ട് സബോർഡിനേറ്റ് ചെയ്തിരിക്കണം. അതാണ് ഓട്ടോക്രാറ്റിക് ഓർ ഡിക്റ്ററ്റോറിയൽ പറഞ്ഞു വെക്കുക. അപ്പോൾ ഇതാണ് ടെക്നിക് ഓഫ് ഡയറക്ഷനിൽ പറയുന്നത്. ദെൻ അടുത്ത ഭാഗം നമ്മളിൽ കാണുന്ന മോട്ടിവേഷനാണ്. മോട്ടിവേഷൻ എന്ന ഭാഗമാണ് ഈ ചാപ്റ്ററിൽ. മോട്ടിവേഷൻ എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ഇൻസ്പയറിംഗ് ദ വർക്കേഴ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ ടു ഗെറ്റ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദം ആൻഡ് മേക്ക് ദം അച്ചീവ് മാക്സിമം എഫിഷ്യൻസി. വർക്കേഴ്സിനെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുക, അതാണ് മോട്ടിവേഷൻ. അവരെ ഇൻസ്പയർ ചെയ്യുക. ഇപ്പം നിങ്ങൾ എക്സാമിന് പറയുമ്പോൾ എന്താ പറയുക, ഇത്ര % മാർക്ക് വാങ്ങുകയാണെങ്കിൽ ഇന്നത് വാങ്ങിത്തരാം, അല്ലെങ്കിൽ ഇത്ര രൂപയുടെ, നിങ്ങളിപ്പം മൊബൈൽ ഫോണൊക്കെ ഇത്ര രൂപയുടെ വേണം, അല്ലെങ്കിൽ ഇത്ര ഫെസിലിറ്റി ഉള്ളത് വേണം എന്നൊക്കെ പറയുന്നുണ്ട്, ഇന്ന ഫോൺ വേണം എന്നൊക്കെ. അപ്പം എക്സാമിന് ഇത്ര മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങിത്തരാം. അത് ഇറ്റ്സ് എ മോട്ടിവേഷൻ ടു ലേൺ ബെറ്റർ. കൂടുതലും നല്ല മാർക്ക് വാങ്ങിക്കാനുള്ളൊരു മോട്ടിവേഷനാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന സാധനം നിങ്ങൾക്ക് തരും, പക്ഷെ ഇത്ര മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ. അപ്പോൾ അതുപോലെ തന്നെ എംപ്ലോയീസിനും അവർക്ക് പല നീഡ്സ് ഉണ്ട്. ആ നീഡ്സിനെ ബേസ് ചെയ്തുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ ഇൻസ്പയർ ചെയ്യുകയാണ്. ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഓർഗനൈസേഷനിൽ പല കാര്യങ്ങളും അവർ എഫിഷ്യൻ്റായിട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ആ നീഡ് ബേസ്ഡ് ആയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് മോട്ടിവേഷൻ. ഇൻസ്പയറിംഗ് ദ വർക്കേഴ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ ടു ഗെറ്റ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദം. അപ്പോൾ മോട്ടിവേറ്റ് ചെയ്ത എംപ്ലോയിൽ നിന്നാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് ഓർഗനൈസേഷൻ നേടാനായിട്ട് സാധിക്കും. ദെൻ അടുത്തത് അതിൻ്റെ നാച്ചുറൽ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞു വെക്കുന്നത്. അതേപോലെ മോട്ടിവേഷന് ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുണ്ട്, മീനിങ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. പല ഡെഫിനിഷൻസ് ഉണ്ട്. അതിനകത്ത് WG സ്കോട്ട് പറഞ്ഞിരിക്കുന്നത് മോട്ടിവേഷൻ മീൻസ് എ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ ടു അക്കംപ്ലിഷ് ഡിസൈർഡ് ഗോൾ ആണ്. അപ്പോൾ അതിനകത്ത് ആൾക്കാരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാം നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് നേടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ മോട്ടിവേഷൻ ആവശ്യമാണ്. So any one of the definition you want to by heart. Then natural characteristics of motivation. First one പറയുന്നത് ഇതൊരു സൈക്കോളജിക്കൽ കോൺസെപ്റ്റാണ് അല്ലേ. ഇപ്പം നമുക്ക് ഒരു എന്തെങ്കിലും ഒരു കാര്യം വേണം, അപ്പോൾ അത് ലഭിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് ലഭിക്കും. അപ്പോൾ ആ ഒരു മോട്ടിവേഷനാണ്. അപ്പോൾ അതൊരു സൈക്കോളജിക്കൽ കോൺസെപ്റ്റാണ്. സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഏർജ്, ഡ്രൈവ്സ് ആൻഡ് നീഡ്സ്, അതിൻ്റെ ബേസിലാണ് ഇവിടെ
നമ്മൾ എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. അത് നെവർ എൻഡിങ് പ്രോസസ്സാണ്. എപ്പോഴും നമുക്ക് നീഡ്സ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ മാനേജീരിയൽ ഫങ്ഷനാണിത്. അതേപോലെ തന്നെ ഡയറക്ട്സ് ഹ്യൂമൻ ബിഹേവിയർ ടുവേഴ്സ് സർട്ടൻ ഗോൾസ് ആണ്. അപ്പം നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് നേടുന്നതിന് വേണ്ടിയിട്ട് ഹ്യൂമൻ ബിഹേവിയറിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സാറ്റിസ്ഫാക്ഷൻ ആണ്. കാരണം ഒരു ആളുടെ നീഡ്സ്, ഒരാൾ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിലൂടെയാണ് അയാളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ദെൻ മോട്ടിവേറ്റഡ് ടോട്ടലി ആയിരിക്കാം, നമ്മൾ അയാളെ മൊത്തത്തിലാണ് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുക, നോട്ട് ഇൻ പാർട്സ് ആണ്. ദെൻ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുക ബേസ്ഡ് ഓൺ നീഡ്സ്, ഒരാളുടെ നീഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അയാളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് റിക്വയർഡ് ഇൻ ഓൾ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, എല്ലാ ഓർഗനൈസേഷൻ, ഏത് രീതിയിലുള്ള ഓർഗനൈസേഷനിലാണെങ്കിലും അവിടെ മോട്ടിവേഷൻ ആവശ്യമാണ്. ദെൻ അടുത്ത പറഞ്ഞു വെക്കുക നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷനാണ്. നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷനിൽ എല്ലാ ഓർഗനൈസേഷനും എംപ്ലോയീസിനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാൻ അവിടെ മോട്ടിവേഷൻ ആവശ്യമാണ്. അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ എംപ്ലോയിയുടെ ഏറ്റവും നല്ല പെർഫോമൻസ് നമുക്ക് ലഭിക്കണമെങ്കിൽ പെർഫോമൻസ് എന്ന് പറയുന്നത് എബിലിറ്റി പ്ലസ് നോളജ് ഇൻറ്റു മോട്ടിവേഷനാണ്. അപ്പം നല്ലൊരു പെർഫോമൻസ് എംപ്ലോയിൽ നിന്ന് നമുക്ക് ലഭിക്കണമെങ്കിൽ അയാൾക്ക് എബിലിറ്റി ഉണ്ടാവണം, നോളജ് ഉണ്ടാവണം. അതേപോലെ തന്നെ ഇത് രണ്ടും അയാൾക്ക് ഉണ്ടായാൽ പോരാ, അയാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് എബിലിറ്റി പ്ലസ് നോളജ് ഇൻറ്റു മോട്ടിവേഷനാണ്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. ഫസ്റ്റ് ഇൻക്രീസസ് എഫിഷ്യൻസിയാണ്. എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നത് മോട്ടിവേഷനിലൂടെ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. മേക്സ് ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ്. ഇപ്പോൾ ഇവരുടെ ഓർഗനൈസേഷൻ്റെ മെൻ, മെഷീൻ, മണി, മെറ്റീരിയൽ, അതാണ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മെൻ എന്ന് പറയുന്ന ഹ്യൂമൻ റിസോഴ്സസിലൂടെയാണ് മറ്റ് റിസോഴ്സ് ആയിട്ടുള്ള മെറ്റീരിയൽ, മെഷീൻസ്, മണി നമുക്ക് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇൻക്രീസസ് പ്രൊഡക്റ്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ എംപ്ലോയീസിൻ്റെ മോട്ടിവേഷനിലൂടെ നമുക്ക് അവരെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ സാറ്റിസ്ഫൈഡ് എംപ്ലോയിയുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. ദെൻ അടുത്ത് പറഞ്ഞു വെക്കുക ഹെൽപ്സ് ടു അച്ചീവ് ഗോൾസ് ആണ്. മോട്ടിവേറ്റഡ് എംപ്ലോയീസിലൂടെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾസ് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അവർ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുമ്പോൾ അതിനനുസരിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്യപ്പെടും, അതിലൂടെ അവർ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് നേടും. ദെൻ റെഡ്യൂസസ് ലേബർ ടേൺ ഓവർ ആൻഡ് ആബ്സെൻറ്റീസം. ഇപ്പോൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് മോട്ടിവേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു എംപ്ലോയി ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യില്ല, ആബ്സെൻ്റ് ആവില്ല. അതേപോലെ തന്നെ അവിടുന്ന് ടേൺ ഓവർ വേറെ ഓർഗനൈസേഷനിലേക്ക് പോവില്ല, അതൊക്കെ കുറവായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ബെറ്റർ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് മറ്റ് ഇൻഡസ്ട്രികളുമായിട്ട് നമുക്ക് ഓർഗനൈസേഷൻ്റെ നല്ല പെർഫോമൻസ് എംപ്ലോയീസ് കാഴ്ചവെക്കും. അപ്പോൾ അവർ കൂടുതലായിട്ട് എന്താ പറയുക, ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരുമായിട്ട് നല്ല ഇൻഡസ്ട്രീസുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഫെസിലിറ്റേറ്റ്സ് ചേഞ്ചസ് ആണ്. ആവശ്യമായുള്ള ചേഞ്ചസ് നമുക്ക് ഓർഗനൈസേഷനിൽ കൊണ്ടുവരാം. കാരണം ചില ചേഞ്ചസ് കൊണ്ടുവരുന്ന സമയത്ത് എംപ്ലോയീസ് എപ്പോഴും റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള റെസിസ്റ്റൻസ് ഇല്ലാതെ തന്നെ, അതായത് റെസിസ്റ്റ് ചെയ്യാൻ തന്നെ അവർ ഇങ്ങനെ തടസ്സം നിൽക്കും, ഇത് ചേഞ്ചസ് വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു തടസ്സം ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഗനൈസേഷനിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാനായിട്ട് പറ്റും. എംപ്ലോയീസ് എതിർക്കില്ല. ദെൻ ഇംപ്രൂവ്സ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ഇവിടെ ഓർഗനൈസേഷനിലെ മാനേജേഴ്സും വർക്കേഴ്സും തമ്മിൽ എന്ത് ചെയ്യാം, നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. കാരണം അവർ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എംപ്ലോയീസിനോട് പറയും, അതിനനുസരിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ അവരുടെ ഇടയിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് വി ആർ സീയിങ് അബൌട്ട് തിയറീസ് ഓഫ് മോട്ടിവേഷൻ ആണ്. തിയറീസ് ഓഫ് മോട്ടിവേഷനിൽ നമ്മൾ 3 തിയറീസ് ആണ് കാണുന്നത്, മോട്ടിവേഷൻ തിയറീസ്. ഒന്ന് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി, ഹെൽസ്ബർഗ് 2 ഫാക്ടർ തിയറി ആൻഡ് മാക്ഗ്രിഗോസ് തിയറി എക്സ് ആൻഡ് തിയറി 1. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ കാണുന്നത്
മാസ്ലോവിൻ്റെ നീഡ് ഹൈറാർക്കി തിയറിയാണ്. മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയുന്നത് ഡെവലപ്ഡ് ബൈ എബ്രഹാം മാസ്ലോ ആണ്. എബ്രഹാം മാസ്ലോവിൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ മോട്ടിവേഷൻ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന, അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുക. അപ്പോൾ ഇൻ ഹിസ് ഒപ്പീനിയൻ ഹ്യൂമൻ ബീങ്സ് ഹാവ് അൺഎൻഡിങ് വാണ്ട് നീഡ്സ് ആൻഡ് വെൻ വൺ നീഡ് ഈസ് സാറ്റിസ്ഫൈഡ് അനദർ നീഡ് എമർജസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ മോട്ടിവേഷൻ ഒരാളുടെ നീഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുകയെന്ന്. അപ്പോൾ എബ്രഹാം മാസ്ലോ പറഞ്ഞു വെക്കുന്നത് ഹ്യൂമൻ ബീയിങ്സ് എപ്പോഴും അൺഎൻഡിങ് വാണ്ട്സ് ആൻഡ് നീഡ്സ് ഉള്ള ആൾക്കാരാണ്. ഒരിക്കലും അവരുടെ ആവശ്യങ്ങൾ അവസാനിക്കില്ല. അപ്പോൾ ഒരു ആവശ്യം സാധിച്ചു കഴിയുമ്പം ആ സ്ഥാനത്ത് വേറൊരു ആവശ്യം അമേർജ് ചെയ്യുന്നുള്ളതാണ് മാസ്ലോ പറഞ്ഞു വെക്കുക. അപ്പോൾ അങ്ങനെ അതിനനുസരിച്ച് നമുക്ക് അവരെന്ത് ചെയ്യാൻ പറ്റും, ആ നീഡിനെ ബേസ് ചെയ്തുകൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനനുസരിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. മാസ്ലോന്റെ അഭിപ്രായത്തിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ലൈഫിലെ നീഡ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്, ദെൻ സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്സ്, സോഷ്യൽ നീഡ്സ്, എസ്റ്റീം ഓർ ഈഗോ നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ആണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് പറയാം. അതായത് ഒരാളുടെ ബേസിക് നീഡ്സ് ആണ്. ഫോർ ഫുഡ്, വാട്ടർ, ക്ലോത്തിങ്, ഷെൽട്ടർ, സ്ലീപ്പ്, റെസ്റ്റ്, ഇങ്ങനെയുള്ള ബേസിക് നീഡ്സ് ആണ് ഫിസിയോളജിക്കൽ നീഡ്സിൽ പറഞ്ഞു വെക്കുക. ഇതാണ് ആദ്യമായിട്ട് ഒരു വ്യക്തിക്ക് സാറ്റിസ്ഫൈ ചെയ്യപ്പെടേണ്ട നീഡ്സായിട്ട് മാസ്ലോ പറഞ്ഞു വെക്കുന്നത്. ഈ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാൾക്ക് രണ്ടാമത് അറൈസ് ചെയ്യുന്ന നീഡ് എന്ന് പറയുന്നത് സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡാണ്. അതായത് ലൈഫിൽ എപ്പോഴും സേഫ് ആയിട്ടിരിക്കാൻ, സെക്യൂർ ആയിട്ടിരിക്കാനുള്ള നീഡ്. അപ്പോൾ നമുക്ക് നല്ലൊരു ജോലി വേണം, സ്ഥിരമായിട്ടൊരു ജോലി വേണം, ഒരു വരുമാനം വേണം, അങ്ങനെയുള്ളൊരു സെക്യൂരിറ്റി നീഡ്സാണ് രണ്ടാമത്തത്. ഇത് സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിക്ക് മൂന്നാമത്തെ നീഡ് അറൈസ് ചെയ്യുന്നതാണ് പറയുക സോഷ്യൽ നീഡ്. അതായത് മറ്റുള്ളവരെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെയുള്ള ഒരു എന്താ പറയുക നീഡ്, അതാണ് സോഷ്യൽ നീഡ്. സമൂഹത്തിൽ നമ്മൾ അംഗീകരിക്കപ്പെടാനും നമുക്ക് ഫ്രണ്ട്സ്, ഫാമിലി, നമ്മളുടെ മറ്റുള്ളവർക്ക് എന്താ പറയുക നമുക്കായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള ഒരു ആവശ്യങ്ങൾ സോഷ്യൽ നീഡ്സ് ആണ് അതിൽ പറഞ്ഞു വെക്കുക. ദെൻ അടുത്തത് എസ്റ്റീം ഓർ ഈഗോ നീഡ്സ് ആണ്. അപ്പോൾ ഒരാൾ എന്താ പറയുക അയാൾക്ക് എത്താൻ പറ്റുന്നതിൻ്റെ ഒരു ലെവല്, അപ്പോൾ അതിനകത്ത് എത്തി മറ്റുള്ളവരാൽ ഞാൻ അംഗീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ്, എനിക്ക് നേടാൻ പറ്റിയ കുറേ കാര്യങ്ങൾ എന്നൊക്കെയുള്ള ആ ഒരു എന്താ പറയുക ചിന്തയിലേക്ക് ഒരു വ്യക്തി വരുന്നതാണ് എസ്റ്റീം ഓർ ഈഗോ നീഡ്സ് എന്ന് പറയുന്നത്. അപ്പം മറ്റുള്ളവർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, അതേപോലെ നമുക്കൊരു സ്റ്റാറ്റസ് ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്നൊക്കെ ആ ഒരു ഇതൊക്കെ നേടണം എന്നുള്ളൊരു നീഡാണ് എസ്റ്റീം ഓർ ഈഗോ നീഡ്സ് പറയാം. ഇനി ഒരു വ്യക്തിയുടെ ലൈഫിൽ അയാൾക്ക് മാക്സിമം നേടാൻ പറ്റുന്ന നീഡ് എന്ന് പറയുന്നത്, അയാൾക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും ഹൈ ലെവൽ എന്ന് പറയുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ആൾക്കാർക്ക് ഫോർത്ത് നീഡ് വരെയാണ് എത്താറുള്ളൂ. സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് വളരെ കുറഞ്ഞ ആൾക്കാരെ എത്താറുള്ളൂ, അത് സാറ്റിസ്ഫൈ ചെയ്യാറുള്ളൂ. അപ്പം അതിനകത്ത് എന്താ പറയുക ഒരാൾക്ക് എന്താണോ അയാൾ ആവണമെന്ന് ആഗ്രഹിച്ചത് അതിൻ്റെ മാക്സിമം ലെവൽ അയാൾ എത്തിച്ചേരുമ്പം അതിന് അയാൾക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് സാറ്റിസ്ഫൈ ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എല്ലാവരും ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിൽ ഒക്കെ എത്തണം എന്നില്ല. അപ്പം അങ്ങനെ ഏറ്റവും ഹൈ ലെവലിൽ എത്തുമ്പോൾ അവിടെ നമുക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ നേടി എന്ന് പറയാം. So here it is the desire to become what one is capable of becoming. ഒരാൾക്ക് എന്താണോ ആകാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉള്ളത് അതിൽ അയാൾ എത്തിക്കഴിയുമ്പോൾ നമുക്ക് അയാളെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറയാനായിട്ട് സാധിക്കും. അതിനെ സെൽഫ് ഫുൾഫിൽമെൻറ്റ് നീഡ്സ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിലൂടെ നമുക്ക് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറിയിൽ പറഞ്ഞു വെക്കുന്നത്. ദെൻ ഇതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. മെറിറ്റ്സ് പറയുന്ന ഈ തിയറി എന്ന് പറയുന്നത് മാനേജേഴ്സിനെ എംപ്ലോയിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ എല്ലാ എംപ്ലോയീസും ഇതിൽ ഏതെങ്കിലും ഈ ഹൈറാർക്കി നീഡ്സിൻ്റെ ഏതെങ്കിലും ഒരു ലെവലിലായിരിക്കും എന്ന് നമുക്ക് മാനേജർക്ക് ഊഹിക്കാൻ പറ്റും. അതേപോലെ സാറ്റിസ്ഫാക്ഷൻ ഓഫ് വൺ വാണ്ട് വിൽ ലീഡ് ടു അനദർ വാണ്ട്. ഒരു വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യപ്പെട്ടാൽ അടുത്ത വാണ്ട് അവിടെ അറൈസ് ചെയ്യും. അതേപോലെ അടുത്ത് പറഞ്ഞു വെക്കുക മെനി ഡോമിനൻറ്റ് നീഡ്സ് ഹാവ് ചേഞ്ച് ഓവർ ടൈം ഫ്രം എക്കണോമിക് ടു സോഷ്യൽ ടു സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. അപ്പോൾ ഇതിനകത്ത് അതായത് ഈ തിയറി പറഞ്ഞു വെക്കുക എങ്ങനെയാണ് ഓരോ നീഡും സാറ്റിസ്ഫൈ ചെയ്യുന്നതിനനുസരിച്ച് അടുത്ത നീഡ് അറൈസ് ചെയ്യുന്നതെന്ന് ഈ തിയറി കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ദെൻ അതേപോലെ ഒരു ആൾക്ക്
ലൈഫിൽ ഏറ്റവും ബേസിക് നീഡ്സ് മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ പോരാ എന്നുള്ളതും ഈ തിയറി പറഞ്ഞു വെക്കുന്നുണ്ട്. പല നീഡ്സും ഉണ്ട്, അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളത്. അതേപോലെ ഇത് സിമ്പിളായിട്ടുള്ളൊരു തിയറിയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ മെറിറ്റ്സിൽ പറയുന്നത്. ദെൻ അടുത്ത പറഞ്ഞു വെക്കുക, അടുത്ത പറഞ്ഞു വെക്കുന്നത് ഇതിൻ്റെ ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ക്രിറ്റിസിസംസ് ആണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നു, ഇതിനകത്ത് ഈ ഒരു ഹൈറാർക്കി അനുസരിച്ച് എപ്പോഴും ആൾക്കാരുടെ ഇടയിൽ നീഡ്സ് അറൈസ് ചെയ്യണമെന്ന് ഇല്ല. അപ്പോൾ അതിനകത്ത് എന്താ പറയുക, ഒരാൾക്ക് ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്തു, ഇപ്പോൾ ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്താൽ ഉടനെ അടുത്ത നീഡ് അവിടെ അറൈസ് ചെയ്യണമെന്ന് ഇല്ല. അപ്പോൾ അങ്ങനെ നീഡ് അറൈസ് ചെയ്തില്ലെങ്കിൽ പിന്നെ അയാളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കുക. അപ്പോൾ അതേപോലെ എല്ലാവരും ഇതിൽ ഏത് നീഡിൻ്റെ ഏത് ലെവലിലാണ് ഉള്ളതെന്ന് ഒരു മാനേജർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്ന് ഇല്ല. ഒരു നീഡിൽ ഏത് നീഡിലാണ് അയാൾ ഉള്ളതെന്ന് മനസ്സിലായാലാണ് ഒരു മാനേജർക്ക് അതിനനുസരിച്ച് അയാളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ ചിലർക്ക് ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അടുത്ത നീഡ് അറൈസ് ചെയ്യണമെന്നില്ല. ചിലർക്ക് ബേസിക് നീഡ്സ് ഇല്ല, അത് ചൈൽഡ്ഹുഡിലെ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഹയർ ലെവൽ നീഡ്സേ അവർക്ക് ഉണ്ടാവുള്ളൂ. ചിലർക്ക് ലോവർ ലെവൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ സാറ്റിസ്ഫൈഡ് ആണ്, പിന്നെ ഹയർ ലെവൽ നീഡ്സിലേക്ക് അവർ പോകില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീമെറിറ്റ്സ് ആയിട്ട് പറയുന്നത്. ദെൻ അടുത്ത നമ്മൾ കാണുന്നത് ഹെർസ്ബർഗ് 2 factor തിയറിയാണ്. ഫെഡറിക് ഹെർസ്ബർഗ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ സ്റ്റഡിയിൽ റിവീൽ ദാറ്റ് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആർ ഡിഫറെൻറ്റ് ഫ്രം ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ഡിസാറ്റിസ്ഫാക്ഷൻ. അതായത് ഒരാളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫാക്ടറും ഡിസാറ്റിസ്ഫൈ ചെയ്യുന്ന ഫാക്ടറും ഡിഫറെൻ്റ് ആണെന്നാണ് ഹെർസ്ബർഗ് ഈ തിയറിയിലൂടെ പറഞ്ഞു വെക്കുന്നത്. According to him, satisfaction and dissatisfaction are opposite pole of dimensions ആണ്. അപ്പോൾ ഇതിനകത്ത് സാറ്റിസ്ഫാക്ഷനും ഡിസാറ്റിസ്ഫാക്ഷനും ഇത് രണ്ടും എന്താ പറയുക, ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് സാറ്റിസ്ഫാക്ഷനും ഡിസാറ്റിസ്ഫാക്ഷനും പറഞ്ഞു വെക്കാനായിട്ട് പറ്റില്ല. സോ ഇവിടെ നോട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് സാറ്റിസ്ഫാക്ഷനും ഡിസാറ്റിസ്ഫാക്ഷനും എന്ന് പറയുന്നത് സാറ്റിസ്ഫൈഡിൻ്റെ ഓപ്പോസിറ്റ് ഡിസാറ്റിസ്ഫൈഡ് എന്നാണ് നമ്മൾ പറയുക. പക്ഷേ ഇവിടെ പറഞ്ഞു വെക്കുക നോട്ട് ഓപ്പോസിറ്റ് പോൾസ് ഓഫ് ഡയമെൻഷൻ ആണ് പറഞ്ഞു വെക്കുക. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് മോട്ടിവേഷണൽ ഫാക്ടേഴ്സിലൂടെ എഫക്റ്റ് ചെയ്യുന്നതും ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഹൈജീൻ ഫാക്ടേഴ്സിലൂടെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു വെക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ സ്റ്റഡി നടത്തിയത് 200 എഞ്ചിനീയർമാരും അക്കൗണ്ടൻറ്റിനോട് 11 ഇൻഡസ്ട്രിയിലെ 200 എഞ്ചിനീയേഴ്സ് ആൻഡ് അക്കൗണ്ടൻറ്റിനോട് കാര്യങ്ങൾ ചോദിച്ച് അവർ ഇൻ്റർവ്യൂ ചെയ്തിട്ട് കളക്ട് ചെയ്ത ഡാറ്റയിൽ നിന്നാണ് ഈ തിയറി ഹെർസ്ബർഗ് 2 factor തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് 2 ക്വസ്റ്റ്യൻ ആണ് മെയിൻലി ചോദിച്ചത്. വെൻ ഡിഡ് യു ഫീൽ പർട്ടിക്കുലർലി ഗുഡ് ഫോർ ജോബ് എന്നും വെൻ ഡിഡ് യു ഫീൽ എക്സെപ്ഷണലി ബാഡ് അബൌട്ട് യുവർ ജോബ് എന്ന 2 ചോദ്യമാണ് ഈ 200 പേരോട് മെയിനായിട്ട് ചോദിച്ചത്. അതിൽ നിന്ന് കിട്ടിയ റിസൾട്ടിൽ നിന്നാണ് ഈ 2 കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഡിസാറ്റിസ്ഫാക്ഷനും ഓപ്പോസിറ്റ് അല്ല. സാറ്റിസ്ഫാക്ഷനുള്ള കാരണങ്ങൾ കുറച്ച് ഉണ്ട്, അതേപോലെ ഡിസാറ്റിസ്ഫാക്ഷൻ കാരണങ്ങൾ വേറെ കുറച്ചെണ്ണമാണ് എന്നാണ് ഈ തിയറി പറഞ്ഞു വെക്കുക. അപ്പോൾ അതിനകത്ത് 2 കാര്യങ്ങളാണ്, ഹൈജീൻ ഫാക്ടറും മോട്ടിവേറ്റേഴ്സും ആണ് പറഞ്ഞു വെക്കുക. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഹൈജീൻ ഫാക്ടറാണ് പറയുക. അപ്പോൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത്, ഇവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളുടെ പ്രസൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, പക്ഷേ ഇതിൻ്റെ ആബ്സെൻസ് അയാളെ ഡിസാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ് പറഞ്ഞു വെക്കുക. അപ്പോൾ ഇവിടുത്തെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒരാൾക്ക് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് അയാൾ എടുക്കുന്ന ഇൻഷുറൻസ് പോളിസി, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് പ്ലാൻ, സാലറി സ്ട്രക്ചർ, ബോണസ്, ജോബ് സെക്യൂരിറ്റി, റിലേഷൻഷിപ്പ് വിത്ത് സുപ്പീരിയർ, സബോർഡിനേറ്റ്സ്, വർക്കിംഗ് കണ്ടീഷൻ, കമ്പനീസ് പോളിസി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ അയാൾ എന്തല്ല ഡിസാറ്റിസ്ഫൈഡ് അല്ല. അതേസമയം ഇതിൻ്റെ ആബ്സെൻസ് അയാൾ എന്ത് ചെയ്യും, ആബ്സെൻസ് ഓഫ് സച്ച് ഫാക്ടർ കോസ് ഇറ്റ് സീരിയസ് ഡിസാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് അയാൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാൻ പറ്റില്ല, സാറ്റിസ്ഫാക്ഷൻ നൽകുന്നൊന്നുമില്ല. പക്ഷെ ഇതില്ലെങ്കിൽ അയാൾ എന്തായി മാറും, ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് മാറും. അതാണ് ഹൈജീൻ ഫാക്ടേഴ്സ് പറയുക. അപ്പം ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് 2 സ്റ്റേജ് ആയിട്ടാണ് പറയുക. ഫസ്റ്റ് സ്റ്റേജിൽ പറയാം സാലറി, അതേപോലെ ബോണസ്, സെക്യൂരിറ്റി, ഇതെന്തായാലും ജോബിന് വേണം. അതേസമയം സെക്കൻഡ് സ്റ്റേജിലാണ് നമ്മൾ പറഞ്ഞ ഈ ഇൻഷുറൻസും
പിന്നെ ജോബിൽ അയാളുടെ എന്താ പറയുക കൂടുതലായിട്ട് അഡീഷണൽ ബെനിഫിറ്റ്സ്, പിന്നെ അയാളെ റെക്കഗ്നൈസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ സെക്കൻഡ് സ്റ്റേജിൽ അയാൾക്ക് ലഭിക്കുമ്പോൾ, അതായത് ഫസ്റ്റ് സ്റ്റേജിൽ എന്തായാലും ചില കാര്യങ്ങളൊക്കെ വേണം, സെക്കൻഡ് സ്റ്റേജിലും അയാൾ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അയാളെ ഡിസാറ്റിസ്ഫൈ ചെയ്യാതെ ഇരുത്താനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഹൈജീൻ ഫാക്ടേഴ്സ് പറഞ്ഞു വെക്കുക. അപ്പോൾ ഹൈജീൻ ഫാക്ടേഴ്സിൽ ഈ പറഞ്ഞ എന്തൊക്കെയാണ്, ഇൻഷുറൻസ് പോളിസി, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, ഇതൊക്കെ ഇല്ല എങ്കിൽ നമുക്ക് അയാൾ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് മാറും. പക്ഷെ ഇതിൻ്റെ പ്രസൻസ് അയാൾ എന്ത് ചെയ്യുന്നില്ല, സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നൊന്നുമില്ല. അത് ഇല്ലെങ്കിൽ അയാൾ ഡിസാറ്റിസ്ഫൈഡ് ആവും. ഇനി സെക്കൻഡ് പോയിന്റ് പറയാം, മോട്ടിവേറ്റേഴ്സ് ആണ്. മോട്ടിവേറ്റേഴ്സ് പറഞ്ഞു വെക്കാം. അതായത് ഒരു ആൾക്ക് ചില കാര്യങ്ങളുടെ പ്രസൻസ് അയാളെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ആബ്സെൻസ് അയാൾ എന്ത് ചെയ്യില്ല, ഡിസാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞു വെക്കാം, അച്ചീവ്മെൻറ്റ്, റെക്കഗ്നീഷൻ, അഡ്വാൻസ്മെൻറ്റ്, ദ വർക്ക് ഇറ്റ് സെൽഫ്, ദ പോസിബിലിറ്റി ഓഫ് പേഴ്സണൽ ഗ്രോത്ത്, റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾ ആ ഓർഗനൈസേഷനിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ, അയാൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നുണ്ടെന്നൊക്കെ തോന്നുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും, അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ ഇതൊന്നും ഇല്ലാന്ന് വെച്ചാൽ അയാൾക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മോട്ടിവേറ്റേഴ്സ് പറഞ്ഞു വെക്കുക. അപ്പോൾ ഇതിനെ കുറച്ച് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. മെറിറ്റ്സിൽ പറഞ്ഞു വെക്കാം. അപ്പോൾ ഇതിനകത്ത് ദ കൺക്ലൂഷൻ ഓഫ് ഹെസ്ബർഗ് തിയറി ഈസ് ദാറ്റ് വൺ കനോട്ട് അച്ചീവ് ഹയർ പെർഫോമൻസ് സിംപ്ലി ബൈ ഇംപ്രൂവിങ് വേജസ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ. ദിസ് ഈസ് ആൻ ഐ ഓപ്പണർ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറഞ്ഞു വെക്കുക, ഒരു ഓർഗനൈസേഷനിലെ വേജസ് അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസ് ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്തു എന്നതുകൊണ്ട് ഒരാളിൽ നിന്ന് അയാളുടെ ഹയർ പെർഫോമൻസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ തിയറി സഹായിക്കുന്നു. സിമ്പിൾ തിയറിയാണ്. അതേപോലെ മോട്ടിവേഷൻ ആൻഡ് പെർഫോമൻസ് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തേക്കുന്നതെന്ന് മാനേജർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന തിയറിയാണ്. ദെൻ ഇതൊക്കെയാണ് ഇതിൻ്റെ മെറിറ്റ്സ് ആയിട്ട് പറഞ്ഞു വെക്കുക. ദെൻ ക്രിറ്റിസിസം അല്ലെങ്കിൽ ഡിമെറിറ്റ്സ് പറയുന്നത്, ഇത് ആകെ 200 എഞ്ചിനീയർ വെച്ചിട്ടാണ് ഈ തിയറി പഠിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പിൾ 200 എണ്ണം എടുത്ത് പഠിച്ചത് കറക്റ്റ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് പോപ്പുലേഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പിന്നെ അടുത്തത് പറഞ്ഞു വെക്കുന്നത്, ഇതിനകത്ത് റിലേഷൻഷിപ്പ്, സ്റ്റാറ്റസ്, ഇമ്പോർട്ടൻസ് ഓഫ് പേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം കൃത്യമായിട്ട് ഈ തിയറി പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ മോട്ടിവേഷണലും ഹൈജീൻ ഫാക്ടേഴ്സും എന്താ പറയുക, ഡിഫറെൻ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം രണ്ടും ഒരാളെ സാറ്റിസ്ഫൈ ചെയ്യുന്നതും ഡിസാറ്റിസ്ഫൈ ചെയ്യാനും ഇടയാക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ അങ്ങനെ രണ്ടും വേറെ വേറെ ആക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ സാറ്റിസ്ഫാക്ഷനും പ്രൊഡക്ടിവിറ്റിയും തമ്മിൽ എപ്പോഴും കണക്റ്റഡ് ആണ്, പക്ഷേ ഇവിടെ അങ്ങനെ കണക്റ്റഡ് ആയിട്ട് പറയുന്നില്ല. ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയി നന്നായിട്ട് പ്രൊഡക്ഷൻ നടത്തും. അപ്പോൾ ആ ഒരു കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഡിമെറിറ്റ്സ് ആയിട്ട് പറയുന്നത്. ദെൻ ലാസ്റ്റ് തിയറി എന്ന് പറയുന്നത് മാക്ഗ്രിഗോർസ് തിയറി എക്സ് ആൻഡ് തിയറി വൈ ആണ്. മാക്ഗ്രിഗോർ ആണ് തിയറി ഡെവലപ്പ് ചെയ്തത്. തിയറി എക്സ് ആൻഡ് തിയറി വൈ എന്നാണ് പറഞ്ഞു വെക്കുക. അപ്പോൾ 2 തിയറീസ് ഇതിനകത്ത് പറയുന്നുണ്ട്. He propounded 2 theories of human behavior in management philosophy on the theme of dual nature of human being. ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ 2 സ്വഭാവ സവിശേഷതകളെ പറ്റിയാണ് ഈ തിയറിയിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ തിയറി എക്സും ഉണ്ട്, തിയറി വൈയും ഉണ്ട്. തിയറി എക്സ് പറഞ്ഞു വെക്കുക, ഇതൊരു ട്രഡീഷണൽ തിയറിയാണ്. ഹ്യൂമൻ ബിഹേവിയറിനെ ബേസ് ചെയ്തുകൊണ്ട് പവർ ഈസ് സുപ്രീം എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ തീം ഈ തിയറിയുടെ, തിയറി എക്സിൻ്റെ. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞു വെക്കുക, പീപ്പിളിന്, അതായത് എംപ്ലോയീസിന് ഒരിക്കലും ഒരു കാര്യത്തിന് ഒരു അതോറിറ്റി ഇല്ല. എന്താണ് സുപ്പീരിയർ ഓർഡർ ചെയ്യുന്നത് അത് അതുപോലെ അനുസരിക്കുക എന്നുള്ളതാണ് സബോർഡിനേറ്റ്സിനെ ചെയ്യേണ്ട കാര്യം. അതാണ് തിയറി എക്സ് പറയുന്നത്. അപ്പോൾ സുപ്പീരിയർ ആർക്കാണ് ഫുൾ അതോറിറ്റി, സുപ്പീരിയർ പറയുന്ന കാര്യങ്ങൾ അത് അതുപോലെ സബോർഡിനേറ്റ് അംഗീകരിക്കുന്നു എന്നുള്ളതാണ് തിയറി എക്സ് പറഞ്ഞു വെക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ സുപ്പീരിയർ പറയുന്ന സബോർഡിനേറ്റ് അതുപോലെ അംഗീകരിക്കുക എന്നുള്ള ഈ തിയറി ഡെവലപ്പ് ചെയ്തത്? കുറച്ച് അസംഷൻ്റെ ബേസിലാണ്. അസംഷൻ ഓഫ് തിയറി എക്സ് പറഞ്ഞു വെക്കുക. ഫസ്റ്റ് വൺ പറയുന്നത് മാനേജറാണ് എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നത്, ഓർഗനൈസേഷൻ എന്തോ ഗോൾ അറ്റൈൻ ചെയ്യണം എന്നുള്ളത്. അതിന് മെയിനായിട്ടുള്ള കാരണം വർക്കേഴ്സ് എപ്പോഴും ലേസിയാണ്, അവർ വളരെ വർക്ക് ചെയ്യാനായിട്ട് മടിയാണ്, അവർ സ്ലോലി കാര്യങ്ങൾ ചെയ്യുള്ളൂ.
പിന്നെ പറയാം വർക്കേഴ്സിന് അംബീഷൻസ് ഇല്ല, ലാക്ക് ആംബിഷനാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി അവർ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ ഗോൾസ് നേടാനായിട്ടാണ് അവർ കൂടുതൽ അവർക്ക് താല്പര്യം ഓർഗനൈസേഷണൽ ഗോൾസിനേക്കാളും. ദെൻ അതുകൊണ്ട് മാനേജർ എപ്പോഴും അവരെ ഡയറക്റ്റ് ചെയ്യും, മോട്ടിവേറ്റ് ചെയ്യും, കൺട്രോൾ ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. എപ്പോഴും എംപ്ലോയീസ് ചേഞ്ച് റെസിസ്റ്റ് ചെയ്യുന്നവരാണ്. അതേപോലെ വർക്കേഴ്സിൻ്റെ ലോവർ ലെവൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്താൽ പിന്നെ അവർ ലോവർ ലെവൽ നീഡ്സ് ആർ സ്ട്രോങ്ങർ ദാൻ ദെയർ ഹയർ ലെവൽ നീഡ്സ് ആണ്. അപ്പോൾ അവർ ലോവർ ലെവൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് അവർ സംതൃപ്തരാണ്. പിന്നെ ഹയർ ലെവൽ നീഡ്സിലേക്ക് അവർ പോകണമെന്നില്ല. പിന്നെ ഇവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് റിവാർഡ്സോ പണിഷ്മെൻറ്റോ ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. കാശ് നിർബന്ധിച്ച് ചെയ്യിക്കേണ്ടതൊക്കെ ആയിട്ട് വരും എന്നുള്ളതാണ് ഇതിൻ്റെ അസംഷൻ പറഞ്ഞു വെക്കുക. അടുത്ത തിയറി വൈ ആണ്. തിയറി വൈ എപ്പോഴും തിയറി എക്സിന് നേരെ ഓപ്പോസിറ്റ് ആണ് തിയറി വൈ എന്ന് പറയുന്നത്. അപ്പോൾ വൈ പറഞ്ഞു വെക്കുക, എപ്പോഴും എംപ്ലോയീസ് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. അവർ ജോലി കൂടുതൽ സൂപ്പർവൈഷനും പിന്നെ ഓർഡറൊന്നും കൊടുക്കാതെ തന്നെ അവർ കാര്യങ്ങൾ ചെയ്തുകൊള്ളും എന്നുള്ളതാണ് തിയറി വൈ പറഞ്ഞു വെക്കുക. അപ്പം ഇതിനകത്ത് കറക്റ്റ് രണ്ട് തിയറിയും ഓപ്പോസിറ്റ് തിയറീസ് ആണ്. അപ്പം ഇതിനകത്ത് തിയറി വൈ കോപ്പറേറ്റീവ് എൻഡോവർ ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയി ആണ്. ഇതിനകത്ത് എംപ്ലോയീസ് കൂടുതൽ കൺട്രോൾ ഇല്ലാതെ തന്നെ കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് ചെയ്യും, പാർട്ടിസിപ്പേറ്റീവ് ആയിട്ടുള്ളൊരു രീതിയാണ് ഇതിനകത്ത് പറഞ്ഞു വെക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു തിയറി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അസംഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സ് ഒരിക്കലും വർക്ക് ഡിസ്ലൈക്ക് ചെയ്യുന്നില്ല, അവർ ലേസി അല്ല, മടിയന്മാരല്ല, അവർ വർക്ക് കൃത്യം ചെയ്തോളും, അവർ അംബീഷ്യസ് ആണ്, റെസ്പോൺസിബിലിറ്റി എടുക്കുന്നവരാണ്. അതേപോലെ തന്നെ സെൽഫ് ഡയറക്റ്റഡും സെൽഫ് മോട്ടിവേറ്റഡും ആണ് അവർ. അവരുടെ കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ ചെയ്തുകൊള്ളും. അവർ ചേഞ്ചസ് ഒരിക്കലും റെസിസ്റ്റ് ചെയ്യുന്നവരല്ല. റെക്കഗ്നീഷനും അവാർഡ്സും അച്ചീവ്മെൻറ്റും ഒക്കെ അവർ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തുകൊള്ളും എന്നുള്ളതാണ് അസംഷൻ, തിയറി വൈൻ്റെ അസംഷൻ പറഞ്ഞു വെക്കുക. ഇനി ഇതിനകത്ത് രണ്ട് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് പറയുന്നുണ്ട് നോക്കാം. മാഗ്രിഗോറിൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആൻഡ് ലോജിക്കൽ ആണ്, സാധാരണ ഹ്യൂമൻ ബിഹേവിയറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ദെൻ അടുത്ത് പറഞ്ഞു വെക്കുക, മാനേജേഴ്സ് ഇൻ ചൂസിങ് സ്യൂട്ടബിൾ മോട്ടിവേറ്റേഴ്സ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയറിനെ എങ്ങനെയാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയതിനനുസരിച്ച് അവർ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മെയിൻലി തിയറി എക്സ് അൺസ്കിൽഡ് ആൻഡ് അൺഎഡ്യൂക്കേറ്റഡ് ലോവർ ലെവൽ എംപ്ലോയീസിനാണ് കൂടുതലായിട്ടും തിയറി എക്സ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. കാരണം അൺസ്കിൽഡ് ആയിട്ടുള്ള ജോബ് ചെയ്യുന്ന ആൾക്കാർക്കാണ്. വൈ കൂടുതലായിട്ട് സ്കിൽഡ് ജോബ് ചെയ്യുന്നവർക്കാണ് ആപ്ലിക്കബിൾ എന്ന് പറയുന്നു. ദെൻ അപ്പോൾ ഇതിനകത്ത് ഒരു എന്താ പറയുക, മോട്ടിവേറ്റർ ലീഡർഷിപ്പ് സ്റ്റൈലും തമ്മിലൊരു കൺവീനിയൻറ്റ് റിലേഷൻഷിപ്പാണ് ഈ തിയറി പറഞ്ഞു വെക്കുന്നത്. ഇതിൻ്റെ ഡിമെറിറ്റ്സ് അല്ലെങ്കിൽ ക്രിറ്റിസിസം പറഞ്ഞു വെക്കുക. ഇത് രണ്ട് തിയറിയും എക്സും വൈയും രണ്ട് എക്സ്ട്രീം ലെവലിലാണ്. എക്സ് പറയുന്നതിൻ്റെ വളരെ ഓപ്പോസിറ്റാണ് തിയറി വൈ പറഞ്ഞു വെക്കുക. അപ്പോൾ അത് അങ്ങനെ രണ്ട് എക്സ്ട്രീം ലെവലുള്ള തിയറീസ് ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് ഡിമെറിറ്റ് പറഞ്ഞു വെക്കുക. Then these theories are based on the assumption and not on actual research findings ആണ്. അപ്പോൾ അസംഷൻ്റെ ബേസിലാണ് ഈ തിയറി പറഞ്ഞു വെക്കുന്നത്, അല്ലാതെ റിസർച്ച് നടത്തിയതിൻ്റെ ഫൈൻഡിങ്സിൻ്റെ ബേസിലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എത്രമാത്രം എഫക്റ്റീവ് എന്ന് പറയാൻ പറ്റില്ല. ദെൻ മാഗ്രിഗോർ പറഞ്ഞു വെക്കുക, ജോബ് ഇറ്റ് സെൽഫ് എന്ന് പറയുന്നതിന് ഒരു കീ മോട്ടിവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പീപ്പിളിനെ കാര്യങ്ങൾ ചെയ്യിക്കുന്നത് മോട്ടിവേഷനിലൂടെയാണ് ചെയ്യിക്കാൻ പറ്റുക എന്നുള്ളതാണ് പറഞ്ഞു വെക്കുക. ദെൻ ഇതിനകത്ത് ആൾക്കാർക്ക് കൂടുതൽ തിയറി വൈ ആണ് കൂടുതൽ ഇഷ്ടം. കാരണം ബിലീവ് തിയറി വൈ ടു ബി മോർ അപ്രോപ്രിയേറ്റ് ബട്ട് നോട്ട് ഇൻ ഓൾ സിറ്റുവേഷൻ. കൂടുതൽ അപ്രോപ്രിയേറ്റ് തിയറി വൈ ആണെന്നാണ് പറഞ്ഞു വെക്കുക. പക്ഷെ എല്ലാ സിറ്റുവേഷനിലും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ദെൻ ഇതൊക്കെയാണ് ഇതിൻ്റെ തിയറി വൈ അപ്രോച്ചസ് മേ ലീഡ് ടു ഡിക്ലൈൻ ഇൻ മാനേജർ മോട്ടിവേഷൻ സാറ്റിസ്ഫാക്ഷൻ ദോ ദേ മേ റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഇതിനകത്ത് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ റിസൾട്ടിലേക്ക് വരുന്നുണ്ടെങ്കിലും ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിലും മാനേജറിയൽ മോട്ടിവേഷൻ തിയറി വൈ പ്രകാരം കുറവാണെന്നാണ് ഇത് പറഞ്ഞു വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മോട്ടിവേഷണൽ തിയറി. ഇപ്പോൾ 3 തിയറീസാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി പറഞ്ഞു, പിന്നെ നമ്മളുടെ ഹെസ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറി പറഞ്ഞു, മാഗ്രിഗോറിൻ്റെ തിയറി എക്സ് ആൻഡ് തിയറി വൈ. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലെ ഒരു ഭാഗം. ഇനി ലീഡർഷിപ്പ് ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ തരാം. ഓക്കെ.